ഈ റമദാനിൽ ശരീരവും മനസ്സെല്ലാം ഒരുപോലെ തണുപ്പിക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി ഷെയറാക്കി തരട്ടെ. എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഒരു പാക്കറ്റ് പാൽ ഞാൻ എടുത്തിട്ടുണ്ട്. 1/2 ലിറ്റർ പാലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിൽ നിന്ന് ഒരു 3 to 4 ടേബിൾ സ്പൂൺ പാൽ ഇതുപോലെ ഒരു കപ്പിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് റൂം ടെമ്പറേച്ചറിലുള്ള പാലാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അതിലേക്ക് 3 to 4 ടേബിൾ സ്പൂൺ കസ്റ്റർഡ് പൗഡർ ഞാൻ ചേർത്തിട്ട് കട്ടയില്ലാത്ത രീതിയിൽ ഒന്ന് മിക്സാക്കിയിട്ട് മാറ്റി വയ്ക്കാം. ഇനി ഈ കസ്റ്റാർഡ് മിക്സ് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടില്ലേ, ആ പാലിലേക്ക് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. അതിലേക്ക് ഒഴിച്ചിട്ട് ആവശ്യത്തിനുള്ള മധുരത്തിന് ആവശ്യത്തിനുള്ള പഞ്ചസാര കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സാക്കി എടുക്കാം. ഇതുപോലെ മിക്സാക്കി എടുത്ത നമ്മുടെ കസ്റ്റാർഡ് മിക്സ് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് കുക്കാക്കി എടുക്കണം കേട്ടോ. ഇതൊരിക്കലും ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾ കുക്ക് ചെയ്യരുത്. ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് കൈവിടാതെ ഇളക്കി കൊടുത്തിട്ട് വേണം കേട്ടോ ഇത് കുക്ക് ചെയ്തെടുക്കാനായിട്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഇത് കുക്കായി വരേണ്ടത്. ഒരുപാട് കട്ടിയാവരുത്, അതുപോലെ തന്നെ ഒരുപാട് ലൂസും ആവരുത്. ഇതേ മെഷർമെൻറ്റിൽ എടുക്കുകയാണെങ്കിൽ നമുക്ക് കറക്റ്റായിട്ടുള്ള ഒരു കസ്റ്റർഡിൻ്റെ ഒരു മിക്സ് കിട്ടും കേട്ടോ. ഇത് നല്ലതുപോലെ ആറിയതിന് ശേഷം ഒരു കണ്ടെയ്നറിലാക്കിയിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ് കേട്ടോ. ഒരു 2 to 3 ദിവസമെല്ലാം നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഉപയോഗിക്കാൻ പറ്റും. ഇതിപ്പോൾ ഞാനൊരു 6-7 മണിക്കൂർ ഫ്രീസറിലല്ല ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്തിട്ട് എടുത്തതാണ്. അതായത് ഇതുപോലെ ഒരു ജെല്ലി മോഡലിനാണ് കേട്ടോ എനിക്ക് കിട്ടിയത്. ഒരു ജെല്ലി ടൈപ്പ് കൺസിസ്റ്റൻസിയിലാണ് എനിക്ക് കിട്ടിയത്. ഇനി ഇതിലേക്ക് നമ്മുടെ ഇഫ്താർ സമയമാകുമ്പോഴത്തേനും നമുക്ക് ആവശ്യത്തിനുള്ള കസ്റ്റർഡ് ഒരു ബൗളിലേക്ക് ചേർത്തതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള നമ്മുടെ കയ്യിലുള്ള ഫ്രൂട്ട്സ് ഏതൊക്കെയാണോ അതെല്ലാം ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സാക്കി എടുക്കാം കേട്ടോ. ടോപ്പിങ്ങിനായിട്ട് ഒരു 2-3 ടേബിൾ സ്പൂണോളം ഐസ്ക്രീം, നമ്മുടെ കയ്യിലുള്ള ഐസ്ക്രീം വാനില ആയാലും സ്ട്രോബെറി ആയാലും ഏതായാലും കുഴപ്പമില്ല. ടോപ്പിങ്ങിൽ 2-3 ടേബിൾ സ്പൂണോളം ഐസ്ക്രീം ചേർത്തിട്ട് കുറച്ച് പോമഗ്രാനൈറ്റ് വെച്ചിട്ട് ഞാനൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അടിപൊളിയായിട്ടുള്ള ഒരു ഫ്രൂട്ട് കസ്റ്റർഡിൻ്റെ റെസിപ്പിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ആക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ.